ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ഏകദേശം 57 ദിവസങ്ങൾ പിന്നിടുകയാണ്. ഈ 57 ദിവസങ്ങൾ പിന്നിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ആ ഡേയിലേക്ക് എത്താൻ. ആരായിരിക്കും ബിഗ് ബോസ് സീസൺ 7ന്റെ കപ്പ് ഉയർത്തുക എന്ന ദിവസത്തിലേക്ക് എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഓരോ കണ്ടസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാവരും അതിൽ ഓരോ മത്സരാർത്ഥികളും നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു അംഗങ്ങളായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി കണ്ടുപോകുന്ന പരിചിതരായി മാറിയിരിക്കുന്നു. അത്രയും ക്ലോസ്ഡ് ആണ്. ഏതെങ്കിലും ഒരു മലയാളിക്ക് എനിക്ക് തോന്നുന്നില്ല ഇവരെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിനെ അറിയാത്ത ആരെങ്കിലും ഇന്നുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്ര ക്ലോസ്ഡ് ആണ് ഇവരെല്ലാം നമ്മളായിട്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ഫാമിലിയെ പറ്റി അറിയാൻ, ഇവരുടെയൊക്കെ റിലേറ്റീവ്സിനെ പറ്റി അറിയാൻ, ഇവരെ പറ്റി കൂടുതലായിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് അറിയാൻ തീർച്ചയായിട്ടും നമുക്ക് ആഗ്രഹമുണ്ടാകും. അത് ബിഗ് ബോസിന് അറിയാം. എല്ലാ വർഷത്തെയും പോലെ തന്നെ ഫാമിലി വീക്ക് ഈ വർഷവും ഉണ്ട്. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ട്, കുറച്ച് നേരത്തെയാണ് ഫാമിലി വീക്ക് എത്തുന്നത്. യെസ്, ഈ ആഴ്ചയാണ് ഫാമിലി വീക്ക് എത്തുന്നത്. സാധാരണ ഒരു 70 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഫാമിലി വീക്ക് എത്തുന്നതെങ്കിലും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ഈ 19 ദിവസം ആകുമ്പോഴത്തേക്ക് തന്നെ ഇത്രയും ഏർലി ആയിട്ട് ഫാമിലി വീക്ക് എത്താൻ പോകുന്നത്. ഇതിൽ ആദ്യം എത്തുന്നത് ഓരോ ദിവസങ്ങളായിട്ടായിരിക്കുമല്ലോ വരുന്നത്. ഒരു ദിവസം 1-2 പേർ, അല്ലെങ്കിൽ ഒരാൾ, അല്ലെങ്കിൽ 3 പേർ, അങ്ങനെ ദിവസങ്ങളായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വളരെ നിങ്ങളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന 3 പേരുടെ ഫാമിലിയാണ് എത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സാധാരണക്കാരിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അനീഷിന്റെ ഫാമിലിയെ കാണാൻ കുറച്ചും കൂടി ആൾക്കാർക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. കാരണം സെലിബ്രിറ്റീസിന്റെ ഒക്കെ ഫാമിലിയൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് അറിയായിരിക്കും, നമ്മൾ സോഷ്യൽ മീഡിയ വഴിയും മറ്റുമൊക്കെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അനീഷിനെ പറ്റി പറയാനായിരിക്കും കുറച്ചും കൂടി എല്ലാവർക്കും താല്പര്യം. പക്ഷെ അനീഷിന്റെ ഫാമിലി ആദ്യം എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ അനീഷിന്റെ എത്താൻ പോകുന്നത് അനീഷിന്റെ ബ്രദറും അമ്മയാണ്. ബ്രദറിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രദർ ഒരു ക്രിക്കറ്ററും കൂടെയാണ് കേട്ടോ. അത് എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. സോ ബ്രദറും അമ്മയാണ് അനീഷിന്റെ എത്തുന്നത്. അതോടൊപ്പം തന്നെ ഷാനവാസിന്റെ വീട്ടിൽ നിന്ന് ഷാനവാസിന്റെ വൈഫ് 100% എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉമ്മയാണോ മക്കളാണോ എന്നുള്ളതിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും. മിക്കവാറും മക്കളായിരിക്കും ഷാനവാസിന്റെ എത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഡോക്ടർ ബിന്നിയുടെ ഹസ്ബൻഡാണ് എത്തുന്നത്. പക്ഷേ ഡോക്ടർ ബിന്നിയുടെ ഹസ്ബൻഡ് ഒരു പ്രിവിലേജ് ഉണ്ടായിരിക്കും. ഈ ആഴ്ച മൊത്തം ഡോക്ടർ ബിന്നിയുടെ ഹസ്ബൻഡിന് ആ വീട്ടിൽ തുടരാൻ സാധിക്കുന്നതായിരിക്കും. കാരണം മുന്നേയുടെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ, ആ ടാസ്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ആ ടാസ്കിൽ വിജയിച്ചിട്ടുണ്ടെന്ന് കിട്ടിയൊരു പ്രിവിലേജ് ആണ്. സോ അതുകൊണ്ട് ബിന്നിയുടെ ഹസ്ബൻഡ് ഈ ആഴ്ച മൊത്തം അവിടെ നിൽക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് കയറാൻ പോകുന്നത് ബിന്നിയുടെ ഹസ്ബൻഡ് ആയിരിക്കും എന്നുള്ളത് 100% ഷുവർ ആണ്. ഇനി ഇത് എങ്ങനെയായിരിക്കും ഇവരുടെ ഗെയിമിനെ ബാധിക്കാൻ പോകുന്നത് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കാരണം ഇത്രയും ദിവസം ഏർലി ആയിട്ട് വരുന്നു. സോ സ്വാഭാവികമായിട്ടും പുറത്തുള്ള ഇൻഫർമേഷൻസ് എത്ര ബിഗ് ബോസ് പറയണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില ഇൻഫർമേഷൻസ് ഒക്കെ എന്തായാലും ഫാമിലി വഴി ഇവർക്ക് എല്ലാവർക്കും കിട്ടും. അത് ഇവരുടെ ഗെയിംസിനെ തളർത്താനും വളർത്താനും ചാൻസ് ഉണ്ട്. സോ ബിഗ് ബോസ് ഇത്രയും ഏർലി ആയിട്ട് കൊണ്ടുവരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ടി വരും. കാരണം അത് പോസിറ്റീവ് ആവും നെഗറ്റീവ് ആവും എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ മനസ്സിലാക്കാൻ പാടുള്ളൂ. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ 70 ദിവസം അല്ലെങ്കിൽ 75 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്നതായിരുന്നു ബെറ്റർ. കാരണം ഇതൊരു പീക്ക് ടൈമിൽ നിൽക്കുകയാണ്, ഗെയിമിന്റെ ഒരു പീക്ക് ടൈമിൽ നിൽക്കുകയാണ്. എപ്പോഴും എന്തുവാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള സാഹചര്യത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ ചിലരുടെ പാരൻസ് എത്തുമ്പോൾ ചിലവരെ അത് ഡീമോട്ടിവേറ്റ് ചെയ്യിക്കാനുള്ള ചാൻസ് ഉണ്ട്, ചിലവരെ പക്ഷേ മോട്ടിവേറ്റ് ചെയ്യിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതോടൊപ്പം തന്നെ കമന്റ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടിൽ ദെൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.